ഹായ് ഗൈസ്. അപ്പോൾ ഞാനിന്നൊരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുറേ പേർ ചോദിക്കുന്നുണ്ട് എനിക്ക് എക്സ് ഉണ്ടായിരുന്നോ, എക്സിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. എനിക്ക് എക്സ് ഉണ്ടായിരുന്നു. എക്സിനെ പറ്റി പറയാനായിരുന്നെങ്കിൽ അവളായിരുന്നു എനിക്കെല്ലാം. ഞാൻ അത്രയേറെ അവളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ ഒരിക്കലും ചതിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ആളുടെ പേരോ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ അവളുടെ പരിശോധിച്ച് വേണമെങ്കിൽ കളയാം. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരുത്തനല്ല. അതുകൊണ്ട് ആളുടെ ഡീറ്റെയിൽസും പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ എക്സ് ഞാൻ അത്രയും വിശ്വസിച്ച് ഞങ്ങളൊരു ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ അവൾക്കായിരുന്നു എന്നെ അത് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ അവൾ തുറന്നു പറയാൻ മടി. ഞാൻ ഇഷ്ടമല്ലെന്ന് പറയുന്നുള്ള പേടി കാരണം തുറന്നു പറയാൻ മടിയായിരുന്നു. അപ്പോൾ ഞാനെന്ന് തന്നെയായിരുന്നു അങ്ങോട്ട് ഇഷ്ടമെന്ന് ആദ്യം പറഞ്ഞത്. പറഞ്ഞ് ഞങ്ങൾ 3 കൊല്ലത്തോളം പ്രേമിച്ചു. 3 കൊല്ലത്തോളം പ്രേമിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്കപ്പായത്. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ചങ്ക് പൊട്ടും. കാരണം അത്രയേറെ ഞാൻ എന്നെക്കാൾ കൂടുതലായിട്ട് അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു. അത് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചത് അവളെ ആയിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞത് ഞാൻ അവളെ ഇട്ടിട്ട് പോയാൽ അവൾ ഒന്നെങ്കിൽ മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ അവൾക്ക് വേറെ ജീവിതമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അല്ലെങ്കിൽ അവൾ കല്യാണം കഴിക്കാണ്ട് ജീവിക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവളുടെ കുടുംബവും ഫാമിലിയൊക്കെ നോക്കണമല്ലോ, അത് വീട്. അങ്ങനെ ഞാൻ അവളെ പറഞ്ഞെങ്കിലും നമ്മൾ ഒരാളിപ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയ്ക്കും വിശ്വസിച്ച് സ്നേഹിക്കുന്ന ആളാണെങ്കിൽ അയാളെ മറക്കാൻ പെട്ടെന്ന് പറ്റൂല. ഞങ്ങൾ ചെറിയൊരു വഴക്കിലാണ് ഞങ്ങൾ വഴക്കിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി ഞാൻ അവളോട് സോറി പറയാൻ പോയപ്പോഴൊക്കെ ഞാൻ ക്ലാസ് ചെല്ലും പറയണത് അവളത് ഒരുത്തനോട് അടുത്ത എൻ്റെ ക്ലാസ്സിൽ ഞാൻ വേറൊരുത്തനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ നീ എന്നെ സ്നേഹിച്ചില്ലെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കാശുള്ള കുറച്ചുകൂടെ സെറ്റിലായ കോടീശ്വരനല്ല പൈസ സെറ്റിൽമെൻ്റുള്ള ആളെ കാണുവാൻ. അപ്പം ഞാൻ വെച്ചു പിന്നെ നീ എന്നെ സ്നേഹിക്കുന്നു വെച്ചപ്പോൾ അതൊരു ഇതിൻ്റെ പുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും എനിക്ക് അവളുടെ സ്നേഹം കള്ളമാണെന്നോ പറ്റിക്കുവാണെന്നോ എനിക്ക് തോന്നിയില്ല. അതാണ് 1% പോലും ആ സ്നേഹത്തിൽ കളങ്കമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചില്ല. കാരണം അത്രയേറെ എൻ്റെ ഉള്ളിൽ കൊണ്ട് ഞാൻ അവളെ സ്നേഹിച്ചത്. പക്ഷെ ഇത്രയേറെ ചതിക്കപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ അമ്മയും അവളെ സ്നേഹിച്ചു. അവളുടെ കാര്യം ഓർത്ത് ഒരു രാത്രി ഞാൻ കരഞ്ഞിട്ടുണ്ട്. അത്രയേറെ സ്നേഹിച്ചുകൊണ്ടാണ് അത്. പിന്നെ റിക്കവർ ചെയ്ത് വരാനാണ് പ്രയാസം അത്രയും. അപ്പോൾ 3-4 മാസം എടുത്തു. അതുകൊണ്ട് എനിക്കെല്ലാവരും പറയാനുള്ളത് സ്നേഹിക്കുമ്പോൾ നമ്മൾ അത്രയേറെ വിശ്വാസം വെക്കാണ്ടിരിക്കുക. കാരണം ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാൻ നല്ല പാടാണ്. കാരണം അത്രയേറെ ഉള്ളിത്തട്ടി സ്നേഹിച്ചവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. എന്നെപ്പോലെ അനുഭവമുള്ള ആൾക്കാരുണ്ടാവും, അവർക്കറിയാൻ പറ്റും. ഇതാണ് ഞാൻ അത്രയേറെ അവളെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ഒരിക്കലും ചതിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ തോന്നുമില്ല. അവളെ സ്നേഹിച്ചത് ഞാനല്ല, വേറൊരുത്തരാണ് എനിക്ക് പകരമായിരുന്നെങ്കിലും അവൻ പോലും 1% പോലും അവളുടെ സ്നേഹത്തിൽ കളങ്കമുണ്ടെന്ന് വിശ്വസിക്കില്ല. അത്രയേറെ ഒരു അഭിനയത്തിലായിരുന്നു അവൾ സ്നേഹിച്ചത്. അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഓരോ കുഞ്ഞു മൊമെൻറ്റ്സും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ മറക്കണമെങ്കിൽ ഇപ്പോഴും ഉണ്ട്. ഈ റിക്കവറായി വന്നതിന് ശേഷം ഇപ്പോഴും ചില ഈ സോങ്ങൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ അതായിരിക്കും മനസ്സിലേക്ക് ആദ്യം കൂടി വരുന്നത്. പെട്ടെന്നൊന്നും മാറാൻ സാധിക്കുകയില്ല. അപ്പം എല്ലാവരും എനിക്ക് പറയാനുള്ളത് സ്നേഹിക്കരുതെന്നല്ല, സ്നേഹിക്കുക. പക്ഷേ നമ്മൾ ഉള്ളിൽ തുറന്ന് സ്നേഹിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അവസാനം ചതിക്കപ്പെടാണ്ടിരിക്കുക. ഇതാണ് എൻ്റെ അനുഭവം.